റാഗിങ്ങിൽ പ്രതികളുടെ തുടർ പഠനം വിലക്കും എന്നുള്ളതാണ് നഴ്സിംഗ് കൗൺസിലിൻ്റെതാണ് തീരുമാനം. 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, അത് വളരെ നന്നായ തീരുമാനം, വളരെ നല്ല തീരുമാനമാണ് ഉമേഷ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. തീർച്ചയായും അശ്മി, ഏറ്റവും സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു. നഴ്സിംഗ് കൗൺസിൽ ഇപ്പോഴും യോഗം തുടരുകയാണ്. എന്തായാലും അല്പം ഇത് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ഈ 5 വിദ്യാർത്ഥികൾ, അതായത് പ്രതികളായ രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, എൻ എസ് ജീവ, സിറിൽജിത്ത്, NV വിവേക് എന്നീ 5 പേരുടെയും തുടർ പഠനം റദ്ദാക്കുന്നു. അവർക്കിനി തുടർന്ന് നഴ്സിംഗ് പഠിക്കാനാകില്ല. അതിൽ തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തിരിക്കുന്നു. ഈ റാഗിംഗ് കേസ് ഉൾപ്പെടെയാണ്, അതായത് ഇതിന് മുൻപ് 1.5 വർഷം മുൻപ് ഇവർക്കെതിരെ പരാതി ഉയർന്നുവെന്നും നഴ്സിംഗ് കൗൺസിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവർക്കിനി തുടർന്ന് പഠിക്കാൻ അർഹതയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ എത്തിയിരിക്കുന്നത്. നഴ്സിംഗ് കൗൺസിൽ യോഗം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഏറ്റവും സുപ്രധാനമായ തീരുമാനം, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ഈ 5 വിദ്യാർത്ഥികൾ ഇനി നഴ്സിംഗ് പഠിക്കാൻ അർഹതയില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. സസ്പെൻഷനിൽ അത് നിൽക്കില്ല എന്നുള്ള സൂചന കൃത്യമായി ആരോഗ്യമന്ത്രി നൽകിയിരുന്നു. എന്തായാലും അത് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന, അതായത് അവരുടെ തുടർ പഠനം ഇനി ഉണ്ടാകാൻ കഴിയില്ല, തുടർന്ന് അവർക്ക് നഴ്സിംഗ് പഠിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ എത്തിയിരിക്കുന്നു. ഈ തീരുമാനം കോളേജ് അധികൃതരെ അറിയിക്കും. ഈ 5 വിദ്യാർത്ഥികളെയും ഇനി കോളേജിൽ കയറ്റില്ല, കോളേജിൽ തുടർ പഠനം അനുവദിക്കില്ല. ഇവരെ പഠനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തിരിക്കുന്നു. ഈ തീരുമാനം ഇനി ഈ കോളേജ് അധികൃതരെ അറിയിക്കും. കോളേജ് അധികൃതർ തുടർന്ന് നടപടി സ്വീകരിച്ചാൽ മതിയാകും. ഇവരുടെ പഠനം അതോടുകൂടി അവസാനിക്കും. എന്തായാലും ഇത് കേരള സമൂഹവും കൂടി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇവരെല്ലാം നഴ്സായി പുറത്തേക്ക് ഇറങ്ങി സാധാരണ രോഗികളെല്ലാം പരിചരിക്കേണ്ടവരാണ്, വളരെ അനുകമ്പയോടെ പരിചരിക്കേണ്ടവരാണ്. ഇവരാണ് ജൂനിയർ വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി അതിക്രമിച്ചത്, ക്രൂരമായി ഒരുപക്ഷെ കൊല്ലാക്കൊല ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ആക്രമിച്ചത്. എന്തായാലും അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ എത്തിയിരിക്കുന്നു. ഇവരെന്നും നഴ്സിംഗ് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള യോഗ്യത ഉള്ളവരല്ല എന്ന് നഴ്സിംഗ് കൗൺസിൽ വിലയിരുത്തിയിരിക്കുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമായിരിക്കുന്നു. ശരിയായ വിലയിരുത്തലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ നഴ്സിംഗ് പണി എന്ന് പറഞ്ഞാൽ ആതുര സേവനത്തിൽ ഡോക്ടർമാരെ സഹായിക്കലാണ്. എന്ന് പറഞ്ഞാൽ കാരുണ്യവും സ്നേഹവും ആർദ്രതയും സഹനവും ഒക്കെ ഒരുപാട് വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ആ ജോലി എടുക്കാൻ പോകുന്ന ചേട്ടന്മാരാണ് അനിയന്മാരെ, അല്ലെങ്കിൽ ജൂനിയേഴ്സിനെ ഈ ദൃശ്യങ്ങൾ കാണുന്ന മട്ടിൽ കോമ്പസ് കൊണ്ട് കഴുത്തിന് താഴെ കാൽപാദം വരെ 1, 2, 3 എന്നിങ്ങനെ കുത്തി ചോര വരുമ്പോൾ ചോരയിൽ ലോഷൻ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇത് എങ്ങനെയാണ് മനുഷ്യജന്മങ്ങൾക്ക് ഇത് സാധ്യമാവുക, ഇത്രയും ക്രൂരത എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ ഇവർ പഠിച്ചിറങ്ങി നഴ്സിംഗ് കോട്ടിട്ട് പോയാൽ ആശുപത്രികൾ ഇവരൊക്കെ എന്താക്കും എന്ന ആശങ്ക നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആശങ്കയ്ക്കുള്ള മറുപടി കൂടിയാണ് ഇനി ഇവർ നഴ്സിംഗ് പഠിക്കേണ്ട എന്ന തീരുമാനം, അല്ലേ ഉമേഷ്? തീർച്ചയായും. കാരണം ഇവർ ഈ ഒരാളുടെ വേദന കണ്ട് അനുകമ്പയോടെ സമീപിക്കേണ്ടവരാണ് നഴ്സുമാർ. ഡോക്ടർമാരുടെ സഹായിക്കേണ്ട, രോഗികളുടെ വേദനകൾ അനുകമ്പയോടെ ഉൾക്കൊള്ളേണ്ടവരാണ് ഈ നഴ്സുമാർ. അത് വളരെ മാതൃകാപരമായി ചെയ്തു വരുന്ന നിരവധി മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വന്തം ജീവൻ പോലും മറന്ന് രോഗികൾക്ക് വേണ്ടി ചികിത്സിച്ച നിരവധി മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ ജൂനിയർ വിദ്യാർത്ഥിയുടെ വേദന കണ്ട് ചിരിക്കുകയും അട്ടഹസിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്ന സീനിയേഴ്സായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും ഉചിതമായ തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളിനെയും ഈ വാർഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറെയും അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രിയും തീരുമാനമെടുത്തിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ തീരുമാനം. എന്തായാലും അതിന് തുടർച്ച എന്നോണം ഈ 5 വിദ്യാർത്ഥികളുടെയും നഴ്സിംഗ് പഠനം അത് പൂർണ്ണമായി നിലച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി വിലക്കിക്കൊണ്ടുള്ള തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തിരിക്കുന്നു. നഴ്സിംഗ് കൗൺസിലിനാണ് അതിനുള്ള ഒരു അർഹതയുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനം ഇതോടൊപ്പം ചേർക്കേണ്ടത്, ഇവർക്കെതിരെ ഈ വിദ്യാർത്ഥികൾ ഈ 5 പേരുമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഈ ഇതേ നഴ്സിംഗ് കോളേജിൽ, കോട്ടയത്തെ ഇതേ നഴ്സിംഗ് കോളേജിൽ നിന്ന് 1.5 വർഷം മുൻപ് സമാനമായ പരാതി ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്.